അബ്ദുൽ ജബ്ബാർ, ആ കുടുംബത്തിന് എത്ര നഷ്ടപരിഹാരം കിട്ടിയാലും മതിയാവില്ല. സർക്കാർ 4 ദിവസം വൈകിയാണെങ്കിലും നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു. സർക്കാർ അഭിനന്ദനം അർഹിക്കുന്നു. ഇടപെടൽ നടത്തിയ മന്ത്രി കെ രാജൻ, ഞാൻ എത്താം ജയിക്ക് ഞാൻ എത്താം. അബ്ദുൽ ജബ്ബാർ, ഇടപെടൽ നടത്തിയ മന്ത്രി കെ രാജൻ അഭിനന്ദനം അർഹിക്കുന്നു. പക്ഷെ ഒന്നും വെറുതെ ഉണ്ടായതല്ല. ഇത് 4 ദിവസം ഉണ്ടായി. 4 ദിവസം നിങ്ങളുടെയൊക്കെ ഇടപെടലുണ്ടായി. എന്താ കേൾപ്പോരും കേൾവിയുമില്ല 4 ദിവസങ്ങൾ പോയി. അവരുടെ കുടുംബം ലോക്കൽ ട്രെയിനുകൾ മാറി മാറി കയറി കഷ്ടപ്പെട്ട് നരകിച്ച് കേരളത്തിലേക്ക് എത്തി. അവർക്ക് മോർച്ചറിപ്പടിയിൽ അവർക്ക് സമരമിരിക്കേണ്ടി വന്നു. അവിടെ രാത്രി പോലീസ് വന്നു. അപ്പോൾ ഇതൊന്നും വെറുതെ അങ്ങ് കിട്ടിയതല്ല, നിങ്ങൾ പിടിച്ചു വാങ്ങിച്ചതാ അബ്ദുൽ ജബ്ബാർ. തീർച്ചയായിട്ടും. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിൽ ഈ നീതി പിടിച്ച് നമ്മളൊരു വേറൊരു സംസ്ഥാനത്ത് നമുക്ക് പോയിട്ട് നമ്മൾ നമുക്ക് സ്വാഭാവികമായി കിട്ടേണ്ട, ആ കുടുംബത്തിന് കിട്ടേണ്ട നീതി പിടിച്ചു വാങ്ങാൻ ഇന്നലൊക്കെ ഉണ്ടായത്. ഇന്നലെ അവർ വന്നിട്ട് അവരെ ബോഡി ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം അവിടെ മോർച്ചറിൻ്റെ മുമ്പിൽ ഞങ്ങൾ എല്ലാവരും അവിടെ കാത്തു നിന്നിട്ട് ആദ്യം RDO വരുന്നു. അപ്പോൾ അതേപോലെ കളക്ടർ എന്നോട് നേരിട്ട് സംസാരിച്ചു. അപ്പോൾ നേരിട്ട് ഞങ്ങൾ അവരോട് കൃത്യമായിട്ടുള്ള ഡിമാൻഡ് പറഞ്ഞു. ഒന്ന്, ഇതിനകത്ത് മോബ് ലിഞ്ചിങ് വകുപ്പ് ചേർക്കണം. മോബ് ലിഞ്ചിങ് വകുപ്പ് ചേർത്താൽ മാത്രം പോരാ. തഹസീൻ 2018 സുപ്രീം കോടതി ഗൈഡ് ലൈൻസ് ഉണ്ട്, തഹസീൻ പൂനെവാല വേഴ്സസ് യൂണിയൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അതിനകത്ത് മോബ് ലിഞ്ചിങ്ങിനെതിരെ, ആൾക്കൂട്ടാക്രമണത്തിനെതിരെ കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻ പറയുന്നുണ്ട്. അതിനകത്ത് ആദ്യം ഫസ്റ്റ് FIR ഇടണം, FIR ഇട്ട് അന്വേഷിക്കണം. അതേപോലെ തന്നെ ഇത് SIT രൂപീകരിക്കണം. 3, ഇത് ഫാസ്റ്റ് ട്രാക്ക് കോടതിയിൽ വേണം. വിക്ടിം കോമ്പൻസേഷൻ സമയബന്ധിതമായിട്ട് നൽകണം. അത് മാത്രമല്ല, ഈ ആൾക്കൂട്ട ആക്രമണങ്ങൾ രൂപപ്പെടാനുള്ള ഒരു കാരണമുണ്ട്. അത് വെച്ചാൽ സോഷ്യൽ മീഡിയ പ്രകാരം അത് അനുബന്ധമായിട്ടുള്ള എല്ലാം അതൊരു നോഡൽ ഓഫീസറെ വെച്ച് അതിൻ്റെ ഹേറ്റ് ക്യാമ്പയിനെതിരെ കൃത്യമായിട്ട് ആകണമെന്ന് നമ്മുടെ പരമോന്നത കോടതി 2018 ഒരു ഗൈഡ് ലൈനായിട്ട് പക്ഷേ അത് നമ്മുടെ കേരള സംസ്ഥാന സർക്കാർ അത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല. ഇന്ന് മന്ത്രിയുമായി ബന്ധപ്പെട്ട് കെ രാജൻ മന്ത്രിയുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ അദ്ദേഹം അത് ചീഫ് സെക്രട്ടറിയോട് നിർദ്ദേശിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ നീതി പിടിച്ചു വാങ്ങാൻ വേണ്ടി ഞാൻ ഇന്നലെ മേർച്ചറിക്ക് മുമ്പിൽ ഉറങ്ങാതെ നിന്നിട്ട് ഞാൻ ഒറ്റക്ക് നിന്നു. ഞാൻ ആക്ഷൻ കമ്മിറ്റി അംഗങ്ങളെ എല്ലാവരും ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നുള്ളൂ. കാരണം ഇതിന് സമരത്തിന് ഒരു തുടർച്ച ഉണ്ടാവണം. ഞാൻ അവിടെ നിന്നുകൊണ്ട് അവിടെ പോലീസ് അവിടെ നിന്നു. കാരണം പോലീസുകാരൻ, ഞാൻ പറഞ്ഞു എന്നെ പരിചയമുള്ള പോലീസുകാരൻ, ഞാൻ പറഞ്ഞു ഞാനിവിടെ നിൽക്കുകയാണ്. കാരണം എനിക്ക് ഇതിന് നീതി വാങ്ങിച്ചിട്ടല്ലാതെ പോകില്ല. കാരണം നമ്മളിത് ഒരു വലിയൊരു സമൂഹം ഇതിനു വേണ്ടിയിട്ട് നിന്നിട്ടും സ്റ്റേറ്റ് അതിനനുസരിച്ച് റെസ്പോൺസിബിലിറ്റി ഇല്ല. നമ്മൾ ഒരു ഘട്ടത്തിൽ ഇത് കരുതി പോവാണ്, ഇവിടെ ഭരിക്കുന്നത് സംഘപരിവാർ ആണോ എന്നുള്ളത് നമ്മൾ കരുതി പോകുന്നൊരു അവസ്ഥ നമ്മളിതിലോട് വന്നു ചേർന്നിട്ടുണ്ട്. ഞാൻ കെ രാജ മിനിസ്റ്ററോടും കൂടി പറഞ്ഞു, നിങ്ങൾ ഈ കേസ് നമ്മുടെ രാജ്യത്ത് ഇനി നടക്കുന്ന ആൾക്കൂട്ട ആക്രമണത്തിന് എതിരായിട്ടുള്ള റഫറൻസ് ആയിട്ട് മാറണം. അതിശക്തമായിട്ടുള്ള തഹസീൻ പൂനെവാല ഗൈഡ് ലൈൻസ് കൃത്യമായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ള, അതേപോലെ തന്നെ അദ്ദേഹം ഒരു SC വിഭാഗത്തിൽപ്പെട്ട അതിനെതിരെയുള്ള ആക്രമണത്തിൻ്റെ എല്ലാ വകുപ്പുകളും ചേർത്തിക്കൊണ്ട് ഈ ഒരു കേസ് ഇത് കേവലമായിട്ടൊരു കളവ് എന്ന് അതൊക്കെ വെറുതെ പറയുന്നത്. ഞാൻ സീരിയസ്ലി സംശയിക്കുന്നു. കാര്യം നമ്മൾ ഏറ്റവും കൂടുതൽ അന്വേഷിക്കുമ്പോഴും അന്വേഷണത്തിന്റെ വഴിയിൽ ആവശ്യമുണ്ടെങ്കിൽ താങ്കൾ ഈ പറയുന്ന വകുപ്പൊക്കെ ചുമത്തുമെന്നാണ് പറയുന്നത്. അപ്പോഴത്തേക്ക് പ്രതികളൊക്കെ ഊരിപ്പോകും അബ്ദുൽ ജബ്ബാർ. അപ്പോൾ ഒരു ജാഗ്രത വേണം എന്ന് ഞാൻ താങ്കളോട് പറയുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.